ചാള ചാളേ ചാള ചാള. അപ്പോൾ ദേ ചാളയാണെന്ന് കറി വെക്കാൻ പോകുന്നത് കേട്ടോ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ ഒലിവ് ഓയിലൊക്കെ ഒഴിക്കാം കേട്ടോ. കടുക് ഇട്ട് കൊടുക്കാം. ഇന്ന് മുളകൊന്നും ചാലിച്ച് വെച്ചിട്ടില്ല കേട്ടോ. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഉലുവ ഇട്ട് കൊടുക്കാം. കറിവേപ്പില എടുത്തില്ല, പൊട്ടിയിട്ടുണ്ട്. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇടുന്നില്ല, എനിക്ക് ഉലുവയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. എന്നാലും ഞാൻ ഇടും. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. ഇതിൽ തന്നെ അങ്ങനെ തന്നെ കിറ്റിലാക്കി വെച്ചേക്കാം കേട്ടോ. 1 2 വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒത്തിരി സമയം പോകും കേട്ടോ. നമ്മളെല്ലാം എടുത്ത് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ഉള്ളി സവാളയൊക്കെ വഴണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അല്ല മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് വെള്ളത്തിൽ കലക്കിയൊന്നും വെക്കുന്നില്ല. ചൂടി ഇടാം അല്ലേ. ഇച്ചിരി പുകയട്ടെ കിടക്കും. നല്ലോണം ഇളക്കി കൊടുക്കാൻ. പുളിയും തിളപ്പിച്ചിട്ടില്ല കേട്ടോ. സാധാരണ ഇടുക്കിയിലൊക്കെ വെക്കുന്ന പോലെ ഞങ്ങൾ വെക്കുക. അതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കാൻ പോണ്. ഉപ്പ് കൂടുതലിടുവാണേ. പുളി വരുമ്പോഴത്തേക്കും ഉപ്പ് കുറഞ്ഞു പോകും. അപ്പോൾ ഇതാ ഒരു 5 പുളിയുണ്ട്. പുളി ഇട്ടു, തേങ്ങ അരച്ചിട്ടു. നമ്മുടെ ഗ്രേവിയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇട്ടുകൊണ്ട് എരിവ് കുറവായിരിക്കും. നല്ലോണം മുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ചാള ഇടാം. കുറച്ച് വറുക്കാൻ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും വറുക്കാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചാള അടുപ്പത്ത് കയറിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ തൂളി കൊടുക്കാം. വറുക്കാൻ വെച്ചേക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഗരം മസാല. ഇനി ഇത് നല്ലോണം പരട്ടിയെടുക്കും. റെഡി ആയിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം ഇരിക്കട്ടെ. അതുകൊണ്ട് കുറച്ച് പരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതേ ഇതിലോട്ടിട്ടിട്ട് അതൊന്ന് ചെറുതായിട്ട് മുളകിൽ പരട്ടിയെടുക്കാം കേട്ടോ. ചാള റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ കറി. അങ്ങനെ നമ്മുടെ ബീൻസ് തോരൻ അല്ല മെഴുക്കുവരട്ടി റെഡി. പരിഞ്ഞലും വറക്കാനിട്ടിട്ടുണ്ട്. വരണം.
മീൻ വറുത്ത് കഴിഞ്ഞു.